ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി എം ഡി ആൻഡ് CEO ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. അമേരിക്കയിലെ വെള്ളിയാഴ്ചയിലത്തെ സെൽ ഓഫിന് ശേഷം ഇന്നലെ ഒരു റിക്കവറി ഉണ്ടായിട്ടുണ്ട്. വലിയ രീതിയിൽ റിക്കവറി ഒന്നുമല്ല, സെലക്റ്റീവായിട്ട് പല സ്റ്റോക്കുകളിലും 2-3% അപ്രീസിയേഷൻ വന്നിട്ടുണ്ട്. പക്ഷേ ടെസ്ല വീണ്ടും 3.5% താഴെയാണ്. ഒപ്പം നമ്മൾ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് വിക്സ് S&P 500 വിക്സ് നോക്കുകയാണെങ്കിൽ 16.94 താന്നിട്ടുണ്ട്. വെള്ളിയാഴ്ച 18.71 ആയിരുന്നു. ഇത് സൂചിപ്പിക്കുന്നത് സ്ലൈറ്റ്ലി പോസിറ്റീവായൊരു സെൻറ്റിമെൻറ്റിനെയാണ് അമേരിക്കയിൽ. ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ബെറ്ററായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഏഷ്യൻ മാർക്കറ്റുകളും ബെറ്റർ ആയിട്ട് തന്നെയാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഒപ്പം ഗോൾഡ് നോക്കുകയാണെങ്കിൽ 2 വർഷത്തെ ഒരു സിംഗിൾ ഡേ ലോസാണ് ഇന്നലെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നലെ 2346.40 പെർ ഔൺസ് ഡോളർ പെർ ഔൺസിനാണ് ഇന്നലെ ജൂൺ ഫ്യൂച്ചേഴ്സ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് മോർണിംഗിലും വീക്കായിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. $2317 പെർ ഔൺസിനാണ് ട്രേഡ് ചെയ്യുന്നത് ഇന്ന് മോർണിംഗിൽ. അതുപോലെ തന്നെ സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത് $2307 പെർ ഔൺസിനാണ്. ബ്രന്റ് ക്രൂഡ് ഓയിൽ $87.16 പെർ ബാരലിനാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. ഇന്ന് മോർണിംഗിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. മെറ്റൽ ഫ്യൂച്ചേഴ്സ് എല്ലാം തന്നെ നല്ലൊരു റാലിക്ക് ശേഷം ഇന്നലെ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിൽ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് മോർണിംഗിൽ സ്ലൈറ്റ്ലി വീക്കായിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. കോപ്പറിൽ വലിയ ഇടിവൊന്നും വന്നിട്ടില്ല. കോപ്പർ ഇപ്പോഴും സ്റ്റേബിൾ ലെവലിൽ തന്നെയാണ്, 2 ഇയർ ഹൈ ലെവലിൽ തന്നെയാണ് ഇപ്പോഴും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ജപ്പാനിൽ PMI ഡാറ്റ വന്നിരുന്നു, ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ഡാറ്റയാണ്. അതുപോലെ തന്നെ ചൈനയിൽ ചെറിയ സിറ്റികൾ വലിയ രീതിയിൽ ബൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. മേജർ സിറ്റികളിലല്ല. അപ്പോൾ ടയർ 2 ടയർ 3 സിറ്റികളാണ് ബൂം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ചൈനീസ് എക്കണോമിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ന്യൂസാണ്. ഒപ്പം ജോബ് ക്രിയേഷൻ ഡാറ്റയും വന്നിട്ടുണ്ട് ചൈനയിലത്തെ. അതും പോസിറ്റീവായുള്ളൊരു ഇൻഡിക്കേഷനാണ് നൽകുന്നത്. പക്ഷേ ഈ ഡാറ്റ വന്നതിന് ശേഷം ഒരു മിക്സഡ് ട്രെൻഡിലാണ് മാർക്കറ്റുകൾ, ചൈനീസ് മാർക്കറ്റുകളെല്ലാം ട്രേഡ് ചെയ്യുന്നത്. കാര്യമായിട്ടുള്ള നെഗറ്റീവോ പോസിറ്റീവോ ഇമ്പാക്റ്റ് ഒന്നും കാണുന്നില്ല. പക്ഷേ ഓവറോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ചൈനീസ് സ്റ്റോക്ക് മാർക്കറ്റ് മുന്നേറാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. മറ്റെല്ലാ എക്കണോമിക് റിപ്പോർട്ടുകൾ വരുന്നതും പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ആണ് ചൈനീസ് എക്കണോമിക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ മെറ്റൽ, സ്പെഷ്യാലിറ്റി കെമിക്കൽ സെക്ടർ സ്റ്റോക്കുകളൊക്കെ ഒരു കറക്ഷന് ശേഷം വീണ്ടും മുന്നേറാനുള്ള ചാൻസസ് തന്നെയാണ് കാണുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യ സ്പെസിഫിക് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ധാരാളം ന്യൂസ് ഫ്ലോസ് ഉണ്ട്. പട്ടേൽ എഞ്ചിനീയറിംഗ് ക്വാളിഫൈ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റ് നടത്തുകയാണ്. 59 രൂപ 50 പൈസയാണ് ബേസ് പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഫണ്ട് ലഭിക്കുമ്പോൾ തീർച്ചയായിട്ടും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റിന് വേണ്ടിയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. പോസിറ്റീവാണ്. അറൗണ്ട് 25,000 കോടി രൂപ വരെ ഓർഡർ ഈ വർഷത്തോടു കൂടി അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നതാണ് പട്ടേൽ എഞ്ചിനീയറിംഗ് മാനേജ്മെൻറ്റ് വിശ്വാസം. തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. ഇനി നമ്മൾ തേജസ് നെറ്റ്വർക്കിൻ്റെ റിസൾട്ട്, നമ്മുടെ ടോപ്പ് പിക്കുകളിലൊന്നാണ് തേജസ് നെറ്റ്വർക്ക്. തേജസ് നെറ്റ്വർക്കിൻ്റെ Q4 റിസൾട്ട് വന്നിരുന്നു. എക്സലൻറ്റ് റിസൾട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ടോട്ടൽ പാറ്റൻറ്റുകളുടെ എണ്ണം 335 ആയിട്ട് ഉയർന്നിരിക്കുകയാണ് ഈ വർഷം. കഴിഞ്ഞ ധനകാര്യ വർഷം 22 പാറ്റൻറ്റും കൂടി കിട്ടിയിട്ടുണ്ട്. 5G ഇംപ്ലിമെൻറ്റേഷനിലും അതുപോലെ തന്നെ 4G ഇംപ്ലിമെൻറ്റേഷനും റിലേറ്റഡ് ആക്ടിവിറ്റീസിലൊക്കെ പ്രോമിസിങ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. ടാറ്റ ഗ്രൂപ്പ് കമ്പനിയാണ്. അടുത്ത ദിവസങ്ങളിൽ 1000 രൂപ പെർ ഷെയർ ലെവൽ ക്രോസ് ചെയ്യാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. നമ്മുടെ തന്നെ ഇൻവെസ്റ്റേഴ്സ് ധാരാളം തേജസ് നെറ്റ്വർക്ക് ഡെലിവറി ആയിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സിന് അവരുടെ അഭിരുചിക്ക് അനുസരിച്ചുള്ള പ്രോഫിറ്റ് വരുമ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് വീണ്ടും ഈ സ്റ്റോക്ക് ലോങ് ടൈമിലേക്ക് കീപ്പ് ചെയ്യാവുന്നതാണ്. CMS ഇൻഫോസിസ്റ്റം ക്യാഷ് മാനേജ്മെൻറ്റ് രംഗത്ത് വലിയൊരു കമ്പനിയാണ്. വളരെ ബെറ്റർ പെർഫോമൻസ് വെച്ചുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. ഗോൾഡ് ലോജിസ്റ്റിക്സിലേക്കും അതുപോലെ തന്നെ ലോൺ റീപേയ്മെൻറ്റ് കളക്ഷനിലേക്കൊക്കെ കണക്കാണ്. CMSനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. PSP പ്രൊജക്റ്റ് അഗെയിൻ 682.59 കോടിക്കുള്ള QIP നടത്തുകയാണ്. സ്ലൈറ്റ്ലി പോസിറ്റീവാണ്. ഐനോക്സ് വിൻഡിന് 210 മെഗാവാട്ട് വിൻഡ് പവർ ടർബൈൻ ഉണ്ടാക്കാനുള്ള ഓർഡർ സൗത്ത് ഇന്ത്യയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഹീറോ ഫ്യൂച്ചർ എനർജീസ് എന്നാണ്. തീർച്ചയായിട്ടും സ്ലൈറ്റ്ലി പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ന്യൂസാണ് ഐനോക്സ് വിൻഡിനെ സംബന്ധിച്ചത്. KP എനർജി നമ്മുടെ റെക്കമെൻഡഡ് സ്റ്റോക്കാണ്. 9 മെഗാവാട്ട് വിൻഡ് പവർ പ്രൊജക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഗുജറാത്തിൽ നിന്നാണ്. തീർച്ചയായിട്ടും ഇതും KP എനർജിനെ സംബന്ധിച്ചൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസാണ്. ഹാറ്റ്സൺ അഗ്രോ Q4 എക്സലൻറ്റ് റിസൾട്ടായിരുന്നു. HPL ഇലക്ട്രിക് ആൻഡ് പവർ പുതിയ പ്രോഡക്റ്റ് HPL ഫാൻസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സാർക്ക് കൺട്രികളിലും മിഡിൽ ഈസ്റ്റ് അതുപോലെ തന്നെ ആഫ്രിക്കൻ കൺട്രികളിലൊക്കെയാണ്. സ്മാർട്ട് മീറ്റർ രംഗത്ത്
നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളൊരു സ്റ്റോക്കും കൂടിയാണ്. SBIയിൽ അറൗണ്ട് 200% റിട്ടേൺ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് കിട്ടിയിട്ടുള്ളൊരു സ്റ്റോക്കും കൂടിയാണ്. അപ്പോൾ ഈ വരുന്ന ന്യൂസുകളെല്ലാം തന്നെ സ്ലൈറ്റ്ലി പോസിറ്റീവ് ആണ്. വോഡാഫോൺ ഐഡിയയുടെ ഫോളോ ഓൺ പബ്ലിക് ഇഷ്യൂ ഓവർ സബ്സ്ക്രൈബ്ഡ് ആയിരുന്നു. ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിഡേഴ്സിൻ്റെ പോർഷൻ 1.23 ടൈംസും അതുപോലെ തന്നെ ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസിൻ്റെ 1.93 ടൈംസും ഓവർ സബ്സ്ക്രൈബ്ഡ് ആണ്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ 42% അല്ലെങ്കിൽ 0.42% മാത്രമാണ് സബ്സ്ക്രൈബ് ആയുള്ളൂ. പക്ഷേ ഓവറോൾ ഇഷ്യൂ സക്സസ് ആണ്. വോഡാഫോൺ ഐഡിയനെ സംബന്ധിച്ച് സ്ലൈറ്റ്ലി പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസാണ്. അംബുജ സിമെൻറ്റ് വലിയ ക്യാപെക്സ് ആണ് പ്ലാൻ ചെയ്യുന്ന അടുത്ത 2-3 വർഷത്തിനുള്ളിൽ. ഇപ്പോഴത്തെ കപ്പാസിറ്റി 80 മില്യൺ ടൺ പെർ ആനാണ്. അത് 180 മില്യൺ ടൺ പെർ ആനായിട്ട് ഉയർത്താനുള്ള ഒരു പ്ലാനാണ്. ഇപ്പോഴത്തെ മേജർ സിമെൻറ്റ് പ്രൊഡ്യൂസർ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ അൾട്രാടെക് ആണ്. 151.6 മില്യൺ ടൺ പെർ ആനാണ്. അടുത്ത 3 വർഷത്തിനുള്ള അവരും 200 മില്യൺ ടൺ പെർ ആനത്തിലേക്ക് കപ്പാസിറ്റി ഉയർത്താനുള്ള പ്ലാനുകളിലാണ്. അപ്പോൾ അംബുജ സിമെൻറ്റിനെ സംബന്ധിച്ചും അൾട്രാടെക്കിനെ സംബന്ധിച്ചൊക്കെ ന്യൂസുകൾ പോസിറ്റീവ് ആണ്. പ്രത്യേകിച്ച് അംബുജയിൽ പ്രൊമോട്ടേഴ്സ് സ്റ്റേക്ക് 70% മേലെ ആക്കിയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അംബുജ സിമെൻറ്റിൻ്റെ കാര്യത്തിൽ. റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ റിസൾട്ട് വന്നിരുന്നു ഇൻലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻ ആണ്. പക്ഷേ ഓവറോൾ നമ്മൾ എല്ലാ പാരാമീറ്റേഴ്സും അവർ സെഗ്മെൻറ്റ് വൈസൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ്. ഒരു പക്ഷേ സ്റ്റോക്കിൽ ഒരു പോസിറ്റീവ് റിയാക്ഷൻ കാണാനുള്ള ചാൻസസ് ആണ് റിസൾട്ടിൻ്റെ ഇമ്പാക്റ്റിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓവറോൾ എന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വൊളാറ്റിലിറ്റി തന്നെയാണ്. ലോവർ ലെവലിൽ ഒരുപക്ഷെ ഓപ്പൺ ചെയ്തേക്കാം, വീണ്ടും വൊളാറ്റിലിറ്റി വന്നേക്കാം. Q4 റിസൾട്ടിനനുസരിച്ചിട്ടുള്ള മൂവ്മെൻ്റൊക്കെ മാർക്കറ്റിലുണ്ടായേക്കാം. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ഇലക്ഷൻ ഡേയ്സ് ആണ്. നമുക്ക് എലക്ഷൻ റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് വരുന്ന ഒന്നും തന്നെ മാർക്കറ്റിന് സ്റ്റെബിലിറ്റി നൽകുന്ന ന്യൂസുകളല്ല. പല ന്യൂസുകളും പല സ്റ്റേറ്റ്മെൻറ്റുകളും കാണിക്കുന്നത് മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള വൊളാറ്റിലിറ്റി ഉണ്ടാക്കുന്നുള്ള ഒരു ട്രെൻഡാണ്. തീർച്ചയായിട്ടും വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. അറ്റ് എവരി റൈസിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനാണ് ഞാൻ ഇൻവെസ്റ്റേഴ്സിന് സജസ്റ്റ് ചെയ്യുന്നത്. കാരണം വലിയ രീതിയിലുള്ള വൊളാറ്റിലിറ്റി ഒക്കെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പോൾ കാരണം അത്തരത്തിലുള്ള സ്റ്റെബിലിറ്റിക്ക് ഉതകുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളല്ല പല ലീഡേഴ്സിൻ്റെ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അറ്റ് എവരി റൈസിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് നന്നായിരിക്കുന്നതാണ് എൻ്റെ ഒരു സജഷൻ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.